മച്ചന്മാരെ അപ്പോൾ നമ്മുടെ ഡിയോ ഒക്കെ നന്നായിട്ട് കിഴുകി നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകാതെ നമുക്കൊരു ട്രിപ്പുണ്ട്. ഒരു മച്ചാൻ ഗൾഫിൽ നിന്ന് വരാണ്ടല്ലോ. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു ലോങ് ട്രിപ്പാണ്, ചെറുതല്ല. മച്ചന്മാരെ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വീഡിയോ ഒന്നുമല്ല കേട്ടോ. നമ്മളെ വാഹനത്തെ ഡിയോ ബൈക്കിനൊന്ന് കഴുകണം, നല്ലൊന്ന് വൃത്തിയായി കഴുകണം. ആശാൻ ആകെ ചളി പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ തികച്ചും ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള അത് നമ്മളോടുള്ളൊരു സ്ഥലം കേട്ടോ. കേട്ടോ, ഇതൊരു അമ്പലക്കുളമാണ്, ഫുള്ള് ചണ്ടിയാണ്. ഒന്ന് രണ്ട് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആശാനത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു റൗണ്ടൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ട്. ഇനി ഒരു മറ്റൊരു റൗണ്ട് കൂടെ വൃത്തിയാക്കണം, വൃത്തിയാക്കി എടുക്കണം. ഇവിടെ പാടമാണ്. ഇവിടെയൊക്കെ വന്നതിന് വാഹനം കെടുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. ഒന്നുമല്ല, അതേ ക്യാഷ് കൊടുക്കണ്ട, ഇവിടെ നമുക്ക് തന്നെ കഴുകി എടുക്കാവുന്ന സാഹചര്യമാണ്. ഓക്കെ, ഇവിടുന്ന് വെള്ളം വെക്കുന്നു. അപ്പോൾ നമ്മളെ കാർ വാഷ് എടുത്തിട്ട് കാർ വാഷ് കുറച്ചെടുക്കുന്നു. സാധാരണ ഇത് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചെയ്യാറ്. നമ്മൾ കുറച്ചും കൂടി ഡോസിൽ ചെയ്യുക. ആണല്ലേ, ഇവിടെ വെക്കുക, അതേപോലെ ഉരച്ച് കഴുകുക. ഉരയ്ക്കന്നെ ഈ ഒരു വാഹനത്തിന്റെ നമ്മൾ ഡിയോ ഇതൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരുപാട് ട്രാവൽ ചെയ്യുമ്പോഴും ഒരുപാട് ലോങ്ങിലൊക്കെ ചെയ്യുമ്പോഴും അപ്പൊ പുറകിലിരിക്കുന്ന ആൾക്ക് മാത്രമേ ചെറിയ വിഷയമുള്ളൂ. നമുക്ക് എന്തൊരു സാധനം, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, എന്തെങ്കിലും സാധനം ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു സ്പേസ്, ഇതിൻ്റെ ഉള്ളിലുള്ള ആ സ്പേസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഉപയോഗിക്കാം. അത് ഏറ്റവും വലിയൊരു ഉപകാരമാണ്. കാരണം ഹെൽമെറ്റിന്റെ ആ സ്പേസിൽ ഹെൽമെറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സാധനങ്ങളാണോ നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ടത് അത് ഹാൻഡിൽ ചെയ്യാം. വളരെ സുഖമാണ്. പിന്നെ അതുപോലെ തന്നെ വാഷ് ചെയ്യാൻ പെട്ടെന്ന് പരിപാടി കഴിയും. ഒന്ന് സോപ്പിട്ട് എല്ലായിടത്തും സോപ്പിട്ട് സെറ്റാക്കുക. പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയും. അതാണ് ഈ ഡിയോന്റെ ഒരു പ്രത്യേകത. ഇതേപോലെ സ്കൂട്ടികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കഴിക്കും. ഇടയ്ക്ക് ഈ സൈഡിലൊക്കെ ചളി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ വാഹനം കഴുകാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓൾറെഡി ലീവാണ്, ഇന്ന് വർക്കില്ല. പിന്നെ നല്ലൊരു വൈബ്, നമ്മളെ പഴയ പോസിറ്റീവുള്ള പാട്ടും വെച്ചിട്ട്, പഴയ പാട്ട് മാത്രമല്ല നമ്മളെ ഹൃദയം മൂവിയിലുള്ള ഒന്ന് രണ്ട് പാട്ടൊക്കെ ചെയ്തിട്ട് വെച്ചിട്ട് വണ്ടി ഇടുന്നല്ലോ, ആ ഒരു വേറെ ഫീലാട്ടോ. ഹൃദയം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടുകൾ, നമ്മുടെ വിനീതേട്ടൻ്റെ പാട്ടുകളുണ്ടല്ലോ, അത് വേറൊരു റേഞ്ചാട്ടോ. വിനീതേട്ടൻ്റെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സാണ്. ഒന്ന് നമ്മുടെ മലയാളത്തിൽ ഒന്ന് വിനീത് ശ്രീനിവാസനും അതുപോലെ തന്നെ ഷാൻ റഹ്മാനും. എൻ്റെ മോനെ, ഇവരെ രണ്ടുപേരുടെയും പാട്ട് തരുന്നൊരു ഫീലുണ്ട് കേട്ടോ. അതൊരു വേറെ റേഞ്ചാണ്, ഒരു വേറെ പോസിറ്റീവ് റേഞ്ചാണ്. ആ റേഞ്ചിൽ എത്താൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ ഹൃദയം മൂവിയിലെ പാട്ടുകൾ. അതുപോലെ തന്നെ ഇന്നലെ കാലിൽ ഷാൻ റഹ്മാന്റെ എന്താ പാട്ട്, വേറെ ഇടു റേഞ്ചാണ്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ കഴുകി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സെറ്റാക്കണം. മച്ചന്മാരെ വണ്ടി ഒന്ന് കേട്ടിട്ടുണ്ട്, നല്ല വൃത്തിയാക്കി കേറി വെച്ചിട്ടുണ്ട്. മച്ചന്മാരെ അപ്പോൾ നമ്മുടെ ഡിയോ ഒക്കെ നന്നായിട്ട് കിഴുകി നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകാതെ നമുക്കൊരു ട്രിപ്പുണ്ട്. ഒരു മച്ചാൻ ഗൾഫിൽ നിന്ന് വരാണ്ട് കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു ലോങ് ട്രിപ്പാണ്, ചെറുതല്ല. നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ്.
വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ.